വെൽക്കം ടു മൈ ചാനൽ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ്. ഞാനിന്ന് വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് മുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇനി അതേ നെയ്യിലേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ചെറു ചൂടിൽ 5 മിനിറ്റ് കൈവിടാതെ ഇളക്കി കൊടുക്കണം. റവയുടെ നല്ല മൂത്ത മണം വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലൊരൽപ്പം മാറ്റി വയ്ക്കാം. ഞാനിവിടെ 250 ml കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായി തിളക്കുമ്പോൾ 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല മണത്തിനും ടേസ്റ്റിനും വേണ്ടി ഏലക്കായ ഇട്ട് കൊടുക്കാം. തേങ്ങയും ഏലക്കായും നന്നായി മിക്സ് ചെയ്ത ശേഷം വറുത്ത് വെച്ച റവ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച ശേഷം മാറ്റി വെച്ച പഞ്ചസാര കുറച്ചിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. തണുത്ത ശേഷം ഇത് സ്പൂണിലെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. ഇതാണ് ഇതിൻ്റെ പാകം. കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയ ശേഷം ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. വേണമെങ്കിൽ ഒരു അലങ്കാരത്തിന് ഒരു കിസ്മിസ് വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡു തയ്യാറായിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക.